നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഓരോ സബ്ജക്റ്റിലും ദൈവത്തിന് എന്തെങ്കിലും ഷെയർ ഉണ്ടാകണം. അച്ഛൻ പറഞ്ഞ മനസ്സിലാകണമെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന എല്ലാ വിഷയത്തിനും അതിനകത്ത് ദൈവത്തിൻ്റെ ഷെയർ ഗ്യാരണ്ടി ചെയ്യണം. നിങ്ങൾ ഇത് 100 നിങ്ങളുടെ കാര്യമാണ് ഗ്യാരണ്ടി ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് പ്രാർത്ഥനയ്ക്ക് പലപ്പോഴും ഉത്തരം കിട്ടാതെ താമസിച്ചു പോണത്. നിങ്ങൾ ദൈവത്തിൻ്റെ ഷെയർ, ഇപ്പം നിങ്ങളുടെ മകൻ അവൻ വിശുദ്ധി ജീവിക്കാൻ, മകൾ വിശുദ്ധി ജീവിക്കാൻ എന്ത് ചെയ്യണം? അവരുടെ വിദ്യാഭ്യാസവും ആരോഗ്യവുമാണ് നിങ്ങൾ നോക്കുന്നത്. പക്ഷെ നോക്കേണ്ടത് ദൈവത്തിരുസന്നിധി അവൻ വിട്ടുപോകാതിരിക്കാൻ വേണ്ടി അവന് ഓർത്തു. അപ്പം നിങ്ങൾ പ്രാർത്ഥിക്കണം, അത് നിങ്ങൾ യാചന പ്രാർത്ഥനയാണ് നടത്തുന്നത്. അതും പറ്റത്തില്ല. പറ്റത്തില്ല, അത്രയ്ക്കേറെ ഫ്രൂട്ട് വരുത്തിയല്ലത്. നിങ്ങൾ ചെയ്യേണ്ടത് ദൈവത്തോട് നമുക്ക് ആദ്യം ഉണ്ടാകുന്ന മൗലിക വികാരം നന്ദിയാണ്. ഭർത്താവിനെ തന്നതിന് നന്ദി. ഇപ്പം നമുക്ക് നിങ്ങൾ മറ്റ് ഭർത്താക്കന്മാരെ കമ്പയർ ചെയ്യുന്നത് കൊണ്ടാണ് നിങ്ങളുടെ ഭർത്താക്കന്മാരെ നിങ്ങൾ ഇടിച്ച് കാണുന്നത്. മനസ്സിലായോ? ഇപ്പോൾ ചേച്ചിയുടെ ഭർത്താവ് അല്ലെങ്കിൽ അനിയത്തിയുടെ ഭർത്താവ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഈ ബൊമ്മകളെ ഇങ്ങനെ കണ്ടിട്ട് നിങ്ങളുടെ ഭർത്താവിനെ ഇവാലുവേറ്റ് ചെയ്യും. അത് പൊട്ടിപ്പെണ്ണുങ്ങളുടെ മെയിൻ അസുഖമാണത് ശരിക്കും പറഞ്ഞാൽ. അങ്ങനെ ചെയ്തൊരിക്കലും ഈ സന്തുഷ്ടി എന്നും പറഞ്ഞൊരു സംഭവമുണ്ട്, കൃപയുമായി ബന്ധപ്പെട്ട് പോണതാണ്. കല്യാണം കഴിച്ച ആൾക്കാർ, ഇപ്പം എൻ്റെ പൗരോഹിത്യത്തിൽ എനിക്കുള്ളത് എന്താണ്? സന്തുഷ്ടിയാണ്. 40-ാം കൊല്ലത്തിലേക്ക് പ്രവേശിക്കുകയാണ്. സന്തുഷ്ടിയാണ്. എന്നാൽ ആവശ്യത്തിന് പല രോഗങ്ങളുണ്ട്. എന്നാലും ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നൊരു കാലഘട്ടമാണിത്. എൻ്റെ ഒരു 25 കൊല്ലം കഴിഞ്ഞപ്പോൾ തന്നെ 25 കൊല്ലത്തോളം നല്ല ശരിക്കും അത് ഇപ്പോഴെല്ലാം ഇപ്പോഴെല്ലാം വഴികളെക്കുറിച്ചെല്ലാം കർത്താവ് ഇപ്പോഴല്ലേ വ്യക്തത തന്നിരിക്കണം. പണ്ട് ഞാൻ പ്രവർത്തിച്ച് കൂട്ടുകയായിരുന്നു. ഒത്തിരിയേറെ രാത്രിയും പകരം പ്രവർത്തിച്ച് കൂട്ടുകയായിരുന്നു. ഇപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ആണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, എവിടെയാണ് പ്രവർത്തനം ഇൻവെസ്റ്റ് ചെയ്യേണ്ടതിനെക്കുറിച്ച് എനിക്ക് വ്യക്തത കിട്ടിയിരിക്കുന്നൊരു കാലമാണ്. അതുകൊണ്ട് ആത്മാക്കൾ വീണ്ടെടുക്കുന്നു, സുവിശേഷം പ്രചരിക്കപ്പെടുന്നു, ജനങ്ങൾ സുവിശേഷ സാക്ഷികളാകുന്നു. ഇപ്പം നമുക്കറിയാം വളരെ കറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റാണ് ഇപ്പം നടക്കുന്നത്. അതുകൊണ്ട് സന്തുഷ്ടിയാണ്. തന്നെ ആധ്യാത്മിക ജീവിതത്തിലെ സന്തുഷ്ടി എന്ന് പറയണത്, അതായത് നിങ്ങൾ കൃപയെന്ന് പറയണില്ലേ? ഇപ്പം കർത്താവ് പറഞ്ഞില്ലേ, അതിനുള്ള കൃപ ലഭിക്കാതെ ആർക്കും ഈ ഉപദേശം സ്വീകരിക്കുക. നമ്മളെ ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. മത്തായി 19:11. തിരുകൃപ
മത്തായി 19:11. അവൻ പറഞ്ഞു കൃപ ലഭിച്ചവരല്ലാതെ മറ്റാരും ഈ ഉപദേശം ഗ്രഹിക്കുന്നില്ല. പല കാര്യങ്ങളും ഗ്രഹിക്കാൻ നമുക്ക് ചിലത് ബൈബിളിൽ ഒരു മുമ്പോട്ട് പോകുമ്പോൾ പ്രശ്നം ജീവിതം ചില കാര്യങ്ങൾ പ്രശ്നങ്ങളായി വരുന്നത് അത് ഗ്രഹിക്കാൻ നമുക്ക് പറ്റാത്തത് കൊണ്ടാണ്. മനസ്സിലായില്ലേ? ചില കാര്യങ്ങൾ ചില പ്രശ്നങ്ങളായി വരണത് അതിൻ്റെ അകത്തുള്ള ദൈവഹിതം ഗ്രഹിക്കാൻ നമുക്ക് അഭിഷേകമില്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ പ്രശ്നം എന്താ? പ്രശ്നമല്ല പ്രശ്നം അഭിഷേകം ഇല്ലാത്തതാണ്. ഗോട്ട് മീ? മനസ്സിലായില്ലേ? ചില കാര്യങ്ങൾ നമുക്ക് ഗ്രഹിക്കാൻ പറ്റാതെ വരണത്. അപ്പോൾ ഇത് പറയാൻ കാര്യം എന്നറിയാമോ? മത്തായി 19:10 കണ്ടില്ലേ? എന്താ പറയണത്? ശിഷ്യന്മാർ അവനോട് പറഞ്ഞു ഭാര്യാഭർത്തൃബന്ധം ഇത്തരത്തിലുള്ളതാണെങ്കിൽ വിവാഹം കഴിക്കാതിരിക്കുന്നതല്ലേ നല്ലത്. അപ്പൊ ഇവരെന്ത് വിചാരിച്ചു? ഒരു കാര്യം പ്രശ്നമാണെങ്കിലേ അത് ചെയ്യാതിരിക്കണതല്ലേ നല്ലതെന്നുള്ളതാണ് അപ്പോസ്തലന്മാരുടെ ഒരു സമീപനം. അത് ഹെൽത്തി ആയിട്ടുള്ളൊരു സമീപനമല്ല. ഒരു കാര്യം നമുക്ക് ബുദ്ധിമുട്ടാണെങ്കിലേ അത് ചെയ്യാതിരിക്കണതല്ലേ നല്ലതെന്നുള്ളതാണ് അപ്പോസ്തലന്മാരുടെ നിലപാട്. അപ്പോൾ ഈശോ പറഞ്ഞു അങ്ങനെ ചെയ്യാതിരിക്കണമല്ല, ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. പക്ഷെ എന്ത് ചെയ്യണം? അതിനുള്ള അഡീഷണൽ ഗ്രേസ് വാങ്ങിച്ചാൽ മതിയെന്നാണ്. അതാണ് ഈശോ 19:11 പറയുന്നത്. ഈശോ പറഞ്ഞു കൃപ ലഭിച്ചവരല്ലാതെ മറ്റാരും ഈ ഉപദേശം ഗ്രഹിക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ വിഷയം എന്താണ്? അപ്പോൾ പ്രശ്നമല്ല പ്രശ്നം, കൃപയാണ് പ്രശ്നം. ഇപ്പം നമ്മൾ ഉടമ്പടി ചെയ്തിരിക്കുന്നത് എന്തിനാണെന്ന് നിങ്ങൾ ചോദിച്ചാൽ നിങ്ങൾ പറയും ജോലി ലഭിക്കാനാണ്, വീട് കിട്ടാനാണ് എന്നൊക്കെ പറയും. ഇതൊക്കെ പറഞ്ഞോ? അതിന് ദൈവം ഒരു സമയം ഫിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതുവരെയുള്ള സമയം നിങ്ങൾക്ക് ജീവിക്കണ്ടേ അല്ലേ? അപ്പോൾ എൻ്റെ മക്കൾ എന്ത് ചെയ്യണം? ഇപ്പോൾ വിസ പ്രോസസ്സിങ്, ഓക്കെ, നിങ്ങൾക്ക് പറ്റുന്നൊരു സമയത്തെക്കുറിച്ച് ദൈവത്തിനൊരു കാഴ്ചപ്പാടുണ്ട്. നിങ്ങൾക്ക് അവിടുത്തെ രാജ്യത്തിൽ വരാൻ പോണ നിയമത്തെക്കുറിച്ച് നിങ്ങൾക്കൊന്നും അറിയത്തില്ലല്ലോ. നിങ്ങൾ വിസയും പ്രോസസ്സ് ചെയ്ത് അവിടെ ചെല്ലുമ്പോൾ പുതിയൊരു നിയമം വന്നെങ്കിൽ കൊടുത്ത കാശും പോവും, എല്ലാം പോവും, തിരിച്ചു പോരേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് കർത്താവിന് ഭൂതവും ഭാവിയും എല്ലാം അറിയാവുന്ന കാരണം നിങ്ങളുടെ ഒരു നന്മയുടെ ഒരു കാലഘട്ടം കർത്താവിനറിയാം. പക്ഷെ നിങ്ങൾക്ക് ആ കാലം അറിയാത്തത് കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യും? അയ്യോ ഞാൻ ഉടമ്പടി എടുത്തല്ലോ, എന്നിട്ട് നടന്നില്ലോ, താമസിച്ചല്ലോ, ഞാൻ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് അങ്കലാപ്പ് കൊള്ളും. ഈ അങ്കലാപ്പിൻ്റെ പാക്കേജാണ് കൃപയിൽ വരണത്. കർത്താവിൻ്റെ കാലത്തോടും മനസ്സമാധാനത്തോടെയും സന്തുഷ്ടിയോടെ ജീവിക്കാൻ വേണ്ടി ആണ് കൃപ നമുക്ക് തരണത്, അല്ലാതെ അത് കിട്ടാൻ വേണ്ടി മാത്രമല്ല. എൻ്റെ പേര് ലിൻസി ജോൺസൺ. ഞാൻ തൊടുപുഴ കരിമണ്ണൂർ ഇടവകയിൽ നിന്നാണ് വരുന്നത്. ഇതെൻ്റെ മോനാണ്, പേര് ജെറിൽ ജോൺസൺ. ഞാൻ 2019 മുതൽ ഇവിടെ ഉടമ്പടിയിൽ ആണ്. ഞാൻ ആദ്യമായിട്ട് ഇവിടെ വരുന്നത് എൻ്റെ വീടിൻ്റെ അടുത്തുള്ളൊരു ചേച്ചി എനിക്കൊരു കൃപാസനം പത്രം തന്നു. അപ്പോൾ ആ പത്രത്തിലെ സാക്ഷ്യങ്ങളൊക്കെ വായിച്ചപ്പോൾ എനിക്കിവിടെ ഒന്ന് വന്ന് പ്രാർത്ഥിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ ആ ചേച്ചി പിന്നീട് ഒരു ദിവസം പോകാൻ സമയത്ത് എന്നെ വിളിച്ചു. അങ്ങനെ ഞാൻ ആ ചേച്ചിയുടെ കൂടെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് തിരിച്ചുപോയി. അന്ന് ഞാൻ ഉടമ്പടി എടുത്തില്ല. പിന്നീട് ഒരു ദിവസം മോനെയും കൂട്ടി ഇവിടെ വന്ന് മോനുണ്ടാകുന്ന സമയത്ത് ഫ്ലൂയിഡ് ഇല്ലാതെ കിടന്നുണ്ടായി. അതിൻ്റേതായ കുറച്ച് പ്രശ്നങ്ങളൊക്കെ അവനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇവിടെ മോനെയും കൊണ്ട് വന്ന് പ്രാർത്ഥിച്ച് സ്കൂളിൽ ചേർക്കുന്നതിന് മുമ്പ് അവനെ അമ്മയുടെ അടുത്ത് കൊണ്ടുവന്ന് പ്രാർത്ഥിച്ച് മുടങ്ങാതെ സ്കൂളിൽ ഇവന് പോകാൻ സാധിക്കണം എന്നുള്ളതായിരുന്നു എൻ്റെ ആദ്യത്തെ നിയോഗം. അപ്പം ഞാൻ പ്രാർത്ഥിച്ച് ഇവിടുന്ന് അച്ഛനെ കണ്ട് അച്ഛൻ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ച് ഒരു കുഴപ്പമില്ല പ്രാർത്ഥിച്ചോളാം പറഞ്ഞ് തിരിച്ചു വിട്ടു. അങ്ങനെ ഇത്രയും നാൾ ഒരു കുഴപ്പമില്ലാതെ ഒരു ദിവസം പോലും ക്ലാസ് മുടങ്ങാതെ അവന് സ്കൂളിൽ പോകാൻ സാധിച്ചു. യാതൊരുവിധ ആരോഗ്യ പ്രശ്നങ്ങളോ ഒന്നും അവനുണ്ടായില്ല. ഈ കഴിഞ്ഞ സെപ്റ്റംബർ മാസത്തിൽ മോനൊരു വയറുവേദന ഉണ്ടായി. അപ്പോൾ അടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിച്ചപ്പോൾ
പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. പിന്നെ വെള്ളം കുടിക്കാത്തതിൻ്റെ, ഇവന് വെള്ളം കുടിക്കാൻ മടിയാണ്, അപ്പോൾ വെള്ളം കുടിക്കാത്തതിൻ്റെ പ്രശ്നങ്ങളായിരിക്കും എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഒരു മാസം ഗ്യാസിൻ്റെ മരുന്നും അങ്ങനെ ഓരോ മരുന്നുകളൊക്കെ കഴിച്ചു. പക്ഷേ യാതൊരു കുറവും ഉണ്ടായില്ല. പിന്നീട് വേറൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പിന്നെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു കുടലിന് ഗ്യാസ് കയറി കുടൽ മൊത്തം വീർത്ത് കെട്ടിയിരിക്കുവാണ്. അപ്പോൾ നമുക്കൊരു സർജറി വേണ്ടി വരും. നിങ്ങൾ അതിനു മുമ്പായിട്ട് കുറച്ച് സ്കാനിങ്ങും എക്സ്റേ ഒക്കെ ചെയ്ത് നോക്കണം. ഡീറ്റെയിൽഡ് സ്കാനിങ് ആണ്. ഇപ്പം മരുന്ന് ഇഞ്ചെക്റ്റ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. കുറേ സമയം എടുക്കും. അതിനായിട്ട് ബുക്ക് ചെയ്തിട്ട് പോകാൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ബുക്ക് ചെയ്യാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ പിന്നെ ബുക്കിംഗ് ഇല്ലായിരുന്നു. എല്ലാം അവിടെ ഭയങ്കര തിരക്കായിരുന്നു. പിന്നെ ഒരു ദിവസം വരാൻ പറഞ്ഞ് ഞങ്ങൾ തിരിച്ചയച്ചു. അപ്പം ഞങ്ങൾ ഭയങ്കര വിഷമത്തിലായി. എന്നാ പറ്റിയെന്ന് അറിയത്തില്ല. നിസ്സാര കാര്യമാണെന്ന് ഓർത്തുകൊണ്ടിരുന്നെടുത്ത് ഡോക്ടർ പറഞ്ഞു സ്കാനിങ് ചെയ്ത് കഴിഞ്ഞിട്ട് സർജറി വേണ്ടി വരുമായിരിക്കും, കുടൽ ബ്ലോക്കാണെന്നൊരു സംശയം ഉണ്ടെന്ന് ഞങ്ങളോട് പറഞ്ഞു. അതിൻ പ്രകാരം ഞങ്ങൾ അവിടെ സ്കാനിങ്ങിലുള്ളത് പിറ്റേ ദിവസം പോയി ബുക്ക് ചെയ്തു. ബുക്ക് ചെയ്തിട്ട് ഞങ്ങൾ നേരെ ഇവിടെ വന്നു. ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി ജോസഫ് അച്ഛനെ കണ്ട് തൈലം പൂശി ജോസഫ് അച്ഛൻ ഇവൻ്റെ കയ്യിൽ കാശുരൂപം വെഞ്ചിരിച്ച് കൊടുത്ത് പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. സൈത്ത് പൂശി അവൻ്റെ വയറിൽ പൂശി അച്ഛൻ പ്രാർത്ഥിച്ചു. പേടിക്കണ്ടെന്ന് പറഞ്ഞ് ഞങ്ങൾ തിരിച്ചുപോയി. അതിന് ശേഷമാണ് ഞങ്ങൾ സ്കാനിങ്ങിന് പോയത്. അപ്പോൾ അച്ഛൻ പിന്നെ സ്കാനിങ്ങിന് പോകുന്നതിന് മുമ്പ് തന്നെ അച്ഛൻ തൈലം പൂശി പ്രാർത്ഥിച്ചതിൻ്റെ പിറ്റേ ദിവസം തൊട്ട് മോൻ്റെ വയറ് ഗ്യാസ് കെട്ടി വീർത്തിരുന്ന വയറായിരുന്നു. ഒരു രീതിയിൽ എന്തൊക്കെ മരുന്ന് കഴിച്ചിട്ടും യാതൊരു മാറ്റവും ഇല്ലാതെ ഇരുന്നതാണ്. അത് അച്ഛൻ സൈത്ത് പൂശി പ്രാർത്ഥിച്ച് പിറ്റേ ദിവസം തൊട്ട് വയറ് നല്ലോണം ചുങ്ങാൻ തുടങ്ങി. ഞങ്ങൾ സ്കാനിങ്ങിന് ഡേറ്റ് എടുത്തത് കൊണ്ട് അവിടെ പോയി സ്കാൻ ചെയ്തു. അന്നേരം സ്കാൻ ചെയ്ത് അവിടുത്തെ പിന്നെ കയറുന്നതിന് മുമ്പ് ഉപ്പിട്ട് അവിടെ പ്രാർത്ഥിച്ചിട്ടാണ് ഞങ്ങൾ കയറിയത്. ഡോക്ടറുടെ അടുത്ത് നിന്ന് തന്ന ആ റിപ്പോർട്ടിലും ഞങ്ങൾ ഉപ്പിട്ട് പ്രാർത്ഥിച്ചിട്ടാണ് അവിടെ സ്കാനിങ്ങിന് കൊടുത്തത്. അപ്പോൾ അവിടെ കയറി കഴിഞ്ഞപ്പം പിന്നെ അവിടെ ഇവന് ഭയങ്കര പേടിയായിരുന്നു. എക്സ്റേ എടുക്കുമ്പോഴൊക്കെ ഭയങ്കര കരച്ചിലായിരുന്നു. ഇവൻ ഒരു രീതിയിൽ അടങ്ങി കിടക്കില്ലായിരുന്നു പേടിച്ചിട്ട്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ചേച്ചി എന്നോട് പറഞ്ഞു, ഞാൻ ചോദിച്ചു ചേച്ചി ഞാൻ ഇവൻ്റെ കയ്യിലൊരു കാശുരൂപം കൊടുത്തോട്ടെ, ഇവന് ഭയങ്കര പേടിയാന്ന് പറഞ്ഞു. അപ്പോൾ ആ ചേച്ചി പറഞ്ഞു അതിനെന്താ മോളെ, ഞാനും കൃപാസനത്തിൽ പോകുന്ന ആളാണ്, ധൈര്യമായിട്ട് കൊടുത്തോ, ഒരു കുഴപ്പം വരികയില്ല, പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ സ്കാനിങ് കഴിഞ്ഞു. അന്ന് ഡോക്ടറെ കാണാൻ പറ്റിയില്ല. 2 ദിവസം കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് പിന്നെ ഡോക്ടറെ കാണാൻ വേണ്ടി ഞങ്ങൾ അപ്പോയിൻമെൻ്റ് എടുത്തു. അപ്പോൾ ഞങ്ങളോട് ഇനി ചെല്ലുന്ന ദിവസം സ്കാനിങ്ങിൻ്റെ റിപ്പോർട്ട് നോക്കിയിട്ട് ഓപ്പറേഷൻ എന്നുള്ള രീതിയിൽ ഞങ്ങളോട് പറഞ്ഞു വിട്ടതായിരുന്നു. ഞങ്ങൾ പിറ്റേ ദിവസം സ്കാനിങ് റിപ്പോർട്ടും മേടിച്ച് ഡോക്ടറെ പോയി കണ്ടു. ഡോക്ടറെ കാണുന്നതിന് മുമ്പും അവിടെ ഉപ്പിട്ട് പ്രാർത്ഥിച്ചു. റിപ്പോർട്ട് കണ്ടു കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇതിൻ്റെ അകത്തൊന്നും കാണാനില്ല, എന്ത് അത്ഭുതം സംഭവിച്ചത്, നീ ഞങ്ങളെ പേടിപ്പിച്ചതായിരുന്നല്ലോടാ, ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഒന്നുമില്ലല്ലോടാ, ഗ്യാസിൻ്റെ ചെറിയ പ്രശ്നം മാത്രമേ കാണാനുള്ളൂ, അതും ഇപ്പോൾ വയറ് നോർമലായി, ഒന്നും കാണാനില്ല എന്ന് പറഞ്ഞ് അങ്ങനെ മോന് മാതാവ് ഈശോ വഴി പൂർണ്ണ സൗഖ്യം നേടിത്തന്നു. പിന്നെ 2025 ജൂലൈയിൽ ഞാൻ ഒന്ന് വീണിട്ടുണ്ടായിരുന്നു. വീണപ്പോൾ എൻ്റെ പിള്ളേരുടെ ഊഞ്ഞാലിൽ തട്ടി എൻ്റെ കാല് നിലത്തുനിന്ന് പറഞ്ഞു പോയി. അപ്പോൾ ഞാൻ മുഖം അടിച്ച് ഒരാളെടുത്ത് അടിച്ചാൽ എങ്ങനെ ഇരിക്കും അതുപോലെ, കാലെ പിടിച്ചടിച്ചാൽ എങ്ങനെ ഇരിക്കും അതുപോലെയാണ് ഞാൻ വീണത്. എൻ്റെ മുഖം മൊത്തം നീര് വെച്ച്, എൻ്റെ കണ്ണൊക്കെ കറുത്ത്, ചുറ്റിനും കറുത്ത്, വായെല്ലാം പൊട്ടി, പല്ലെല്ലാം കൊണ്ട് വായ്ക്കകമെല്ലാം പൊട്ടി, മൂക്കിനും പൊട്ടലുണ്ടായിരുന്നു. അങ്ങനെ ബ്ലഡ് നിൽക്കാതെ ഒഴുകിക്കൊണ്ടിരുന്നപ്പോൾ ഞാൻ അവിടുന്ന് ഒരു പ്രകാരത്തിൽ ഇറങ്ങി വന്ന് അടുത്തുള്ള ചേച്ചി വിളിച്ച് അവർ പെട്ടെന്ന് അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിലാണ് കൊണ്ടുപോയത്. അപ്പോൾ വീണപ്പോൾ തന്നെ ഞാൻ മാതാവിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മാതാവേ എനിക്കെന്തോ കാര്യമായിട്ട് പറ്റിയിട്ടുണ്ടെന്ന് എനിക്കറിയാം, പക്ഷേ മാതാവ് ഇടപെട്ട് ഒരു കുഴപ്പവും വരാതെ എന്നെ രക്ഷിച്ചേക്കണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു.
അങ്ങനെ ഞാൻ വീണ അന്നേരം തൊട്ട് ഞാൻ മാതാവിൻ്റെ തൈലം എടുത്ത് മൂക്കയിൽ പുരട്ടി പ്രാർത്ഥിക്കുമായിരുന്നു. അതിനുശേഷം ഞങ്ങൾ അടുത്തുള്ളൊരു ഹോസ്പിറ്റലിൽ, എൻ്റെ അടുത്തുള്ള ചേച്ചിയാണ്, വീട്ടിൽ ആരും ഇല്ലായിരുന്നു. അങ്ങനെ ആ ചേച്ചി എന്നെ കൊണ്ടുപോയി. അവിടെ ചെന്ന് അവർ നോക്കിക്കഴിഞ്ഞപ്പം എക്സ്റേ എടുത്തു. എക്സ്റേയിൽ ഒന്നും കാണാനില്ല. മൂക്കിൻ്റെ ഉള്ളിലൊരു മുറിവുണ്ട്, 2 മുറിവുണ്ട്, നല്ല മുറിവാണ്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള മരുന്നുകളൊക്കെ തന്നു, ഇൻഫെക്ഷൻ ആകാതിരിക്കാനൊക്കെയുള്ള തന്നു. പക്ഷേ പൊട്ടലുള്ളത് അവർ കണ്ടുപിടിച്ചില്ലായിരുന്നു, അവർ കണ്ടിട്ടില്ലായിരുന്നു. ഞാൻ മാതാവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് സർജറി പേടിയാൻ, ഒരു കുഴപ്പവും വരുത്തരുത് എന്ന് പറഞ്ഞതുകൊണ്ടാവാം അത് അവർ കണ്ടിട്ടില്ല. എന്നെ തിരിച്ചു വിട്ടു. ഞാൻ വീട്ടിൽ വന്ന് കഴിയുമ്പോൾ എന്നോട് അവർ പറഞ്ഞു വിട്ടു, തലയനക്കരുത്, ഒരു പണികളും ചെയ്യരുത്, റെസ്റ്റ് എടുത്താൽ മാത്രം മതി. അങ്ങനെ റെസ്റ്റ് എടുത്തിട്ട് ഛർദ്ദിക്കുകയോ തലയിറങ്ങി വീഴുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ വീണ്ടും വന്നാൽ മതി, ഇല്ലെങ്കിൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞു വിട്ടു. 2 ദിവസം കഴിഞ്ഞിട്ടും മുഖത്ത് നീരിനൊട്ടും കുറവില്ല, നീര് കൂടി വരുക, വേദനയും കൂടുന്നു. അപ്പോൾ നമ്മൾ വേറൊരു ഹോസ്പിറ്റലിൽ പോയി CT സ്കാൻ ചെയ്തു. അപ്പോഴാണ് മൂക്കിന് പൊട്ടലുണ്ട്, എത്രയും പെട്ടെന്ന് സർജറി ചെയ്യണമെന്ന് അവർ പറഞ്ഞ് അപ്പോൾ നമ്മൾ സ്ഥിരം കാണുന്ന ഡോക്ടർ അവിടെ ഇല്ലായിരുന്നു. അപ്പോൾ ആ ഡോക്ടർ വന്നിട്ട് ഞങ്ങൾ ചെയ്യുന്നുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ തൈലം പുരട്ടിക്കൊണ്ടിരുന്നു. അങ്ങനെ ഡോക്ടർ വന്ന് നോക്കിക്കഴിഞ്ഞപ്പം ഡോക്ടർ എന്നോട് പറഞ്ഞു, മോളെ ഇത് പകുതി കൂടുതൽ മൂക്ക് ജോയിൻ്റായി, ഇനിയിപ്പം നമുക്ക് സർജറി ചെയ്യേണ്ട, മോക്ക് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ, അപ്പോൾ ഇനിയിപ്പോൾ ഇത് വലിച്ച് പൊട്ടിച്ചിട്ട് വേണം ഒന്നും കൂടി ചേർത്ത് വെച്ച് സർജറി ചെയ്യാൻ വേണ്ടിയിട്ട്, അതിൻ്റെ ആവശ്യമില്ല, എന്തായാലും ദൈവത്തിൻ്റെ അനുഗ്രഹം ഒരുപാടുള്ളത് കൊണ്ടാണ് ഇങ്ങനെയൊരു വീഴ്ചയിൽ നിന്ന് ഒരു കുഴപ്പവും കൂടാതെ രക്ഷപ്പെട്ടതെന്ന് ഡോക്ടർ പറഞ്ഞു. അങ്ങനെ അമ്മയുടെ തൈലം ഉപയോഗിച്ചത് മാത്രമേ ഉള്ളൂ, അല്ലാതെ ഹോസ്പിറ്റലിൽ നിന്ന് ചെറിയ വീണപ്പോൾ തന്ന ബ്ലഡ് ക്ലോട്ടാതിരിക്കുക അങ്ങനെയുള്ള മരുന്നുകൾ മാത്രമേ തന്നിട്ടുണ്ടായിരുന്നുള്ളൂ. വേറെ മരുന്നുകളൊന്നും അന്നേരം ഞാൻ കഴിച്ചതുള്ളൂ, വേറെ ഒന്നും ഞാൻ കഴിച്ചില്ല. വേദനയ്ക്കുള്ള പെയിൻ കില്ലർ മാത്രമേ കഴിച്ചിട്ടുള്ളൂ. അങ്ങനെ എനിക്ക് അമ്മ അങ്ങനെ വലിയൊരു അത്ഭുതം എൻ്റെ ജീവിതത്തിൽ സാധിച്ചു തന്നു. പിന്നെ എനിക്കുണ്ടായത്, ഞാൻ തലവേദന മൈഗ്രെയിനായിട്ട് വർഷങ്ങളോളം എനിക്ക് മൈഗ്രെയിൻ്റെ തലവേദന ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് എല്ലാ ദിവസവും എന്ന് പറയണ പോലെ എപ്പോഴും തലവേദനയായിരിക്കും. അങ്ങനെ ഞാൻ ഇവിടെ ഉടമ്പടി ആദ്യമായിട്ട് എടുത്തപ്പോൾ ഞാൻ ഇവിടെ ഉടമ്പടിയിൽ വെച്ചിട്ടുള്ള കാര്യമായിരുന്നു എൻ്റെ തലവേദന എനിക്ക് മാറിക്കിട്ടണേ മാതാവെന്ന്. അങ്ങനെ ഇപ്പം എനിക്ക് ആ തലവേദനയില്ല. അങ്ങനെ തലവേദനയിൽ നിന്നും മാതാവ് എനിക്ക് പൂർണ്ണ സൗഖ്യം തന്നു. ഞാൻ സാക്ഷ്യം പറയാൻ താമസിച്ചതിന് ഞാൻ മാതാവിനോട് ക്ഷമ യാചിക്കുകയാണ്. ഞാൻ എല്ലാ ദിവസവും കുടുംബ പ്രാർത്ഥന മുടങ്ങാതെ കുടുംബ പ്രാർത്ഥന ചൊല്ലുന്ന ആളാണ്. ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് പിന്നെ എനിക്ക് എല്ലാ ദിവസവും പള്ളിയിൽ പോയി കുർബാന കാണാനുള്ള അനുഗ്രഹം മാതാവ് തന്നു. കുമ്പസാരിച്ച് കുർബാന സ്വീകരിക്കുകയും മറ്റുള്ളവരെ പാവങ്ങളെ എന്നെക്കൊണ്ടാകുന്ന പോലെ ഞങ്ങളുടെ അടുത്തുള്ള അനാഥാലയത്തിലൊക്കെ പോയി കണ്ട് എന്നെക്കൊണ്ടാവുന്ന ഒരു തുക എല്ലാ മാസവും അവർക്ക് ഞാൻ കൊടുക്കാറുണ്ട്. പിന്നെ ആർക്കെങ്കിലും മരുന്ന് വാങ്ങിക്കാനോ എന്തെങ്കിലും കാര്യത്തിന് എൻ്റെ അടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഒരുപാട് പൈസയൊന്നും എൻ്റെ കാണിയല്ല, എന്നാലും ഉള്ളതനുസരിച്ച് ഞാൻ എല്ലാവരെയും സഹായിക്കാറുണ്ട്. അമ്മ മാതാവ് തിരുക്കുമാരൻ എനിക്ക് ചെയ്തു തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കോടാനുകോടി നന്ദി ഞാൻ പറയുകയാണ്. എൻ്റെ കൊച്ചിന് സർജറി കൂടാതെ വേറൊരു വഴിയില്ല എന്ന് പറഞ്ഞെടുത്തുനിന്നാണ് മാതാവ് എന്നെ രക്ഷിച്ചത്, എൻ്റെ കൊച്ചിനെ രക്ഷിച്ചു തന്നത്. മാതാവിനോട് ഇന്ന് ഞാൻ കടപ്പെട്ടിരിക്കുകയാണ്. എല്ലാ അനുഗ്രഹങ്ങൾക്കും കോടാനുകോടി നന്ദി. അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് ജിനി, മോൻ്റെ പേര് ഡാരോൺ. ഞാൻ കോട്ടയം മള്ളുശ്ശേരി ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ ഇറ്റലിയിലാണ് വർക്ക് ചെയ്യുന്നത്. എൻ്റെ കല്യാണം 2014 എൻ്റെ കല്യാണം കഴിഞ്ഞത്. കല്യാണം കഴിഞ്ഞ് 1 വർഷത്തിന് ശേഷം ഒരു കുഞ്ഞാവ പ്രഗ്നൻ്റായി 2 മാസത്തിന് ശേഷം എൻ്റെ കുഞ്ഞ് നഷ്ടമായി, മിസ്കാരേജായി. അതിന് ശേഷം 2019 കൃപാസന മാതാവിനെ പറ്റി ഞാൻ അറിയുന്നത് എൻ്റെ മമ്മി വഴി. 2018 ലാസ്റ്റ് കൃപാസന മാതാവിനെ അറിയുകയും കൃപാസന മാതാവിനോട് ക്യാൻഡിൽ ലൈറ്റ് പ്രെയർ ഇട്ട് പ്രാർത്ഥിക്കുകയും ചെയ്തു. അതിനുശേഷം 2019 മാർച്ചിൽ ഞാൻ പ്രഗ്നൻ്റ് ആവുകയും 2019 ഡിസംബറിൽ മാതാവ് എനിക്കൊരു ആൺകുഞ്ഞിനെ തന്ന് അനുഗ്രഹിക്കുകയും ചെയ്തു.
കുഞ്ഞിൻ്റെ പേര് ഡാരോൺ എന്നാണ്. അതിൻ്റെ അർത്ഥം ഗിഫ്റ്റ് ഓഫ് ഗോഡ് എന്നാണ്. അതിനുശേഷം ഞങ്ങൾ 2022 നാട്ടിൽ വരികയും ആ സമയത്ത് കൊറോണ ആയതുകൊണ്ട് ഇവിടെ അകത്തോട്ട് പ്രവേശനം ഇല്ലാത്തതുകൊണ്ടും സാക്ഷ്യം പറയാൻ പറ്റാത്തതുകൊണ്ടും മാതാവിൻ്റെ നടുക്കൽ വന്ന് കുഞ്ഞിനെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചിട്ട് തിരിച്ചു പോയി. അതിനുശേഷം ഇപ്പം ഞങ്ങൾ 4.5 വർഷത്തിന് ശേഷമാണ് ഇപ്പം ഞങ്ങൾ വരുന്നത്. അതുകൊണ്ട് മാതാവിനോട് ക്ഷമ ചോദിക്കുന്നു. 4.5 വർഷത്തിന് ശേഷമാണ് ഞങ്ങൾ ഇവിടെ സാക്ഷ്യം പറയുന്നത്. അതിനുശേഷം ഞങ്ങളവിടെ ഇറ്റലിയിൽ ഞങ്ങൾക്ക് മാതാവിൻ്റെ ഒരുപാട് അനുഗ്രഹങ്ങൾ പ്രസൻസ് ഫീലിംഗ് ചെയ്തു. അതിനുശേഷം മാതാവ് ഞങ്ങൾക്കൊരു വീട് വാങ്ങിക്കുവാൻ സഹായിച്ചു. അത് വീട് വാങ്ങിക്കാൻ സഹായിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തടസ്സവും കൂടാതെ ഒന്നും ഒരു ബുദ്ധിമുട്ടും അറിയാതെ മാതാവിൻ്റെ അനുഗ്രഹത്തോടു കൂടി ഞങ്ങളൊരു വീട് വാങ്ങിച്ചു. അത് കഴിഞ്ഞ് ഇപ്പോൾ ഞങ്ങൾ ഒരു വാഹനം വാങ്ങിച്ചു. അത് വാങ്ങിക്കാൻ ഉദ്ദേശിച്ചിരുന്ന വാഹനവും മാതാവ് ഞങ്ങൾക്ക് തന്ന വാഹനവും തമ്മിൽ ഒത്തിരി വ്യത്യാസവും മാതാവിൻ്റെ കളറും മാതാവിൻ്റെ പ്രസൻസോടുകൂടി ഞങ്ങൾ ആദ്യം മാതാവിനെയാണ് ഞങ്ങൾ ആ വണ്ടിയിൽ ഇരുത്തിയത്. മാതാവിനെ ഇരുത്തിയതിന് ശേഷമാണ് ഞങ്ങൾ പോലും ആ വാഹനത്തിൽ കയറി ഇരുന്നത്. അത്രയും അനുഗ്രഹവും മാതാവ് ഞങ്ങൾക്ക് ഞങ്ങളുടെ കുടുംബത്തിൽ തന്നിട്ടുണ്ട്. അതുപോലെ ഞങ്ങളുടെ ഇപ്പം 2025 ഒക്ടോബറിൽ ഞാൻ നാട്ടിൽ വന്ന് അഖണ്ഡ ജപമാലയിൽ പങ്കെടുത്തിരുന്നു. അഖണ്ഡ ജപമാലയിൽ പങ്കെടുത്തതിന് ശേഷം തിരിച്ച് ഞാൻ ഇറ്റലിയിൽ ചെന്നതിന് ശേഷം എൻ്റെ ജീവിതത്തിൽ ഞങ്ങൾക്ക് കിട്ടുന്ന എല്ലാ അപ്പോയിൻമെൻറ്റ്സുകളും ഞങ്ങൾക്ക് എന്തൊരാവശ്യത്തിന് എവിടെ ചെന്നാലും എല്ലാം ചൊവ്വാഴ്ച ദിവസങ്ങളിലാണ് ഞങ്ങൾക്ക് കിട്ടുന്നതും. ഒരു തടസ്സവും കൂടാതെ ഒരു പേപ്പറുകളില്ല എങ്കിൽ പോലും ആ പേപ്പറുകൾ ചോദിക്കാതെ ഞങ്ങൾക്ക് എല്ലാ തടസ്സങ്ങളും മാറ്റി മാതാവ് നടത്തി തരുന്നുണ്ട്. കുടുംബത്തിൽ ആത്മീയമായിട്ട് ഞങ്ങൾ ഒരുപാട് വളർന്നു. കുടുംബ പ്രാർത്ഥന സ്ഥിരമായി കൊന്ത ചെല്ലുവാനും ബൈബിൾ വായിക്കുവാനും കൃപാസന പ്രാർത്ഥനകൾ ചെല്ലുവാനും സാക്ഷ്യങ്ങൾ കേൾക്കുവാനും എല്ലാത്തിനും ഞങ്ങൾക്ക് മാതാവ് അനുഗ്രഹം തന്നു. കുഞ്ഞ് രാവിലെ ഏറ്റു കഴിഞ്ഞാൽ ഒരു കുഞ്ഞ് മാതാവിൻ്റെ അടുത്ത് പോയി മാതാവിനെ അടുത്ത് ഉമ്മ കൊടുത്ത് മാതാവിനോട് പ്രാർത്ഥിച്ചിട്ടാണ് അവൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അതുപോലെ തന്നെ എൻ്റെ വീട്ടിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാൻ നേരത്ത് മാതാവിൻ്റെ പ്രസൻസ് ഫീൽ ചെയ്യുകയും ഞങ്ങൾ വചനം എഴുതിയിട്ടിട്ടുണ്ട് റൂമിൽ. വചനം എഴുതിയ ആ രൂപത്തിൽ മാതാവിൻ്റെ ഒരു ഫോട്ടോ മാതാവിൻ്റെ മുഖം പതിഞ്ഞ് വരികയും ചെയ്തു. അതുകൂടാതെ തിരികളിൽ ഞാൻ പ്രാർത്ഥിക്കുമ്പം തിരികളിൽ മാതാവിൻ്റെ അടയാളങ്ങൾ ഞങ്ങൾക്ക് കാണിച്ചു തരാൻ തുടങ്ങി. ഞങ്ങൾക്ക് ഓരോരോ അടയാളങ്ങൾ മാലാഖ പറക്കുന്നത് പോലെ മാതാവ് തിരിയിൽ ചുറ്റും പറക്കുന്നത് പോലെ ഞങ്ങൾക്ക് ഓരോ അടയാളങ്ങളും എന്ത് തടസ്സം വന്നാലും എന്ത് കാര്യത്തിനും ഞങ്ങൾക്ക് മുമ്പോട്ട് നടക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും ഡാഡിക്ക് വരുന്ന അസുഖങ്ങളാണെങ്കിൽ പോലും അതിനുശേഷം തിരിയിൽ വന്നതിന് ശേഷമായിരിക്കും 2 ദിവസത്തിനുള്ളിൽ ഡാഡിക്ക് എന്തെങ്കിലും മേലായിക വരും. ആശുപത്രിയിൽ ചെല്ലും. തിരിയിൽ വന്ന അടയാളം എന്താണോ അതായിരിക്കും ഡാഡിയുടെ അസുഖം. അതുപോലെ മാതാവ് ഞങ്ങളെ കൊണ്ട് നടക്കുന്നുണ്ട്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് അഖണ്ഡ ജപമാലയ്ക്ക് വന്നപ്പം ഞാൻ നാട്ടിൽ വന്ന് ഉടമ്പടി പത്രം വാങ്ങിച്ച് എറണാകുളം ടൗണിൽ നടന്ന് എല്ലാ 8 പത്രങ്ങളും ഞാൻ കൊടുത്തു. ഇറ്റലിയിലേക്ക് പോയപ്പം ഇറ്റാലിയൻ പത്രം വാങ്ങിച്ചുകൊണ്ട് പോയി അവിടെ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുകയും ചെയ്തു. പിന്നെ മാതാവിനെ മഹത്വപ്പെടുത്താൻ കിട്ടുന്ന ഒരവസരവും ഞാൻ കളയാറില്ല. ഞാൻ കാരണം ഒരു 30 പേരെങ്കിലും മാതാവിനെ അറിയുകയും മാതാവിനെ ഉടമ്പടി എടുക്കുകയും മാതാവിൻ്റെ അനുഗ്രഹങ്ങൾ ലഭിക്കുകയും ചെയ്തു. പിന്നെ കുർബാന ഞായറാഴ്ച ദിവസങ്ങളിൽ പരമാവധി ഞങ്ങൾ അവിടെ ആയതുകൊണ്ട് ജോലി സാഹചര്യങ്ങൾ ഉള്ളതുകൊണ്ടും ഞായറാഴ്ച ദിവസങ്ങളിൽ പറ്റുന്നത് പോലെ ഞങ്ങൾ കുർബാനയ്ക്ക് പോവുകയും ദിവസങ്ങൾ കുർബാനയ്ക്ക് പോവുകയും ചെയ്യാറുണ്ട്. കുമ്പസാരം ഞങ്ങൾ മാസത്തിൽ 1 ഞങ്ങൾ കുമ്പസാരിക്കാറുണ്ട്. ഇത്രയും അനുഗ്രഹം തന്ന മാതാവിന് തിരുക്കുമാരനും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. കുമ്പസാരം മാതാവിനോടായ നന്ദി.